ഹലോ. ഇന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കണേ. നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും നമുക്ക് മോസ്റ്റ്ലി വന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് യൂറോപ്പിലേക്ക് വരാം, യൂറോപ്പിലോട്ട് എങ്ങനെ ഒരു എൻട്രി കിട്ടും എന്നുള്ളതായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് റഷാണ് എല്ലായിടത്തും, ഇത് എൻട്രി കിട്ടാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. ഒരു രൂപ പോലും മുടക്കുമുതലില്ലാതെ നമുക്ക് എങ്ങനെ യൂറോപ്പിലേക്ക് വരാം എന്നുള്ള ഒരു വിഷയമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കാര്യം പറയുന്നതിന് മുന്നേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടിരുന്ന് കാണണം, എന്നാലും നിങ്ങൾക്ക് കാര്യം ഞാൻ പറയുന്നത് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. 1 വർഷം മുന്നാണ് ഞങ്ങള് സ്ലൊവേനിയയിലേക്ക് എത്തിയത് കേട്ടോ. ആ എത്തുന്ന സമയത്ത് ഇവിടെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല, എല്ലാരും ട്രൈ ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അധികം ആളുകൾ ട്രൈ ചെയ്യുന്നില്ല, എങ്ങനെയാണ് വരാന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തത് ഏജൻസികളെയാണ്. അപ്പം ഏജൻസികൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ കൊടുക്കേണ്ടി വന്നതിനേക്കാളും 3 ഇരട്ടി എമൗണ്ട് ആണ് ഇന്ന് ഓരോ ഏജൻസികളും പലരുടെയും കയ്യിൽ നിന്ന് മേടിക്കുന്നത്. അത് നിങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എത്രത്തോളം എമൗണ്ട് അവർ പറയുന്നുണ്ട് എന്നുള്ളത്. പിന്നെ സ്ലൊവേനിയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1.5 വർഷം മുന്നുള്ള അവസ്ഥയല്ല ഇപ്പം. ഒരുപാട് എൻട്രീസ് ഉണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് ഫോറിനേഴ്സിന് ഒരുപാട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനീസിലും ചെറിയ ചെറിയ ഈവൻ ഷോപ്പിലാണെങ്കിലും പാർട്ട് ടൈം ആണ്, ഫുൾ ടൈം ആണ്, എന്താണെങ്കിലും ശരി, നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നമുക്കിവിടെ ഉണ്ട്. ഇപ്പം എന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ യൂറോപ്പിലേക്ക് വരുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം യൂട്യൂബിൽ നോക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എടുത്ത് നോക്കും ആരെങ്കിലും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ അക്കൗണ്ടിൽ ഇതുപോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. നമ്മൾ അതിന്റെ താഴെ ചെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം കോൺടാക്ട് ദിസ് നമ്പർ എന്ന് പറയും. നമ്മൾ ഇത് ഇങ്ങനെ നോക്കിയിട്ടുള്ള ആർക്കെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും. അതിനകത്ത് പറയുന്ന കാര്യം, ഒന്നില്ലെങ്കിൽ നമ്മൾ അവർക്ക് വലിയൊരു എമൗണ്ട് കമ്മീഷനായിട്ട് കൊടുക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വേറെ ഇത് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് യൂറോപ്പിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ടീം ആൾക്കാരും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ച് തന്നെ നമ്മളൊക്കെ കൂടി തന്നെയാണ് കേട്ടോ. അല്ലെ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുന്ന, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് മൂന്നാമത് ഒരാളെ ഏൽപ്പിച്ചിട്ട് അവർക്ക് കുറച്ച് പൈസ കൊടുത്ത്, ഇപ്പം നാട്ടിൽ എല്ലായിടത്തും ഏജൻസീസ് ആണ്, എല്ലാവരും ഇതാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാൽ തന്നെ എല്ലാവരും അടിച്ചമർത്തി ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് പറയും. നമ്മൾ അതിനു വേണ്ടി പൈസ കൊടുത്ത് പിന്നെ ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം എന്താ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ചെറിയൊരു ചാനലിൽ ചെറിയ 1-2 വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ മെസ്സേജസ് വന്നത്, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങൾ പൈസ തരാം, പൈസ വീട്ടിലെത്തും, എങ്ങനെയെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലും യൂറോപ്പിൽ എത്തണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, നമ്മളെ കൊണ്ട് സ്വയം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഫസ്റ്റ് ഓപ്ഷൻ ആരും നോക്കുന്നില്ല. എല്ലാവരും ഏജൻസീസ് എവിടെയെങ്കിലും വീഡിയോസിൽ താഴെ കണ്ടു കഴിഞ്ഞാൽ ആ കോണ്ടാക്ട് ചെയ്യുന്നു, അവർക്ക് പൈസ കൊടുക്കുന്നു. ഇപ്പം പൈസ കൊടുത്ത് പറ്റിച്ച് ഒരുപാട് പേരെ നമുക്കും അറിയാം. ഒത്തിരി പേര് എന്റെ കോണ്ടാക്റ്റിൽ തന്നെ ഒത്തിരി പേര് ഇതുപോലെ ഏജൻസിയിൽ പൈസ കൊടുത്തിട്ട് പിന്നീട് ഒരു സഹായത്തിന് വേണ്ടി എന്നെ വിളിച്ച ഒരുപാട് പേരുണ്ട്. അതും ഞാനിവിടെ പറയാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ സ്വയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ യൂറോപ്പിലേക്ക് വരാൻ താല്പര്യവും ആഗ്രഹമുള്ള ഒരാളാണ് എങ്കിലും നിങ്ങൾക്ക് ഡെയിലി ഒരു 1 അവർ സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇനി അങ്ങോട്ട് ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവര് നിർത്തിപ്പോക്കോ, അതാ നല്ലത്. ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും, നമ്മുടെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ കയ്യിലും ഒരു CV അല്ലെങ്കിൽ ഒരു കവർ ലെറ്റർ ഇതെല്ലാം ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങളെല്ലാം ഇത് വെച്ചിട്ടായിരിക്കും ഈ അപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യുന്നത് അല്ലെ. നിങ്ങളൊരു ജോലിക്ക് വേക്കൻസി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ കവർ ലെറ്ററും CVയും വെച്ചിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുപോലെ 1-2 പേർക്ക്, അതായത് എന്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് ഈ വെബ്സൈറ്റുകൾ, യൂറോപ്പിലെ ജോലി സാധ്യതകൾ കാണിക്കുന്ന വെബ്സൈറ്റുകളും അതുപോലെ വേക്കൻസീസ് പറയുന്ന കമ്പനീസിനെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിരുന്നു ഈ സൈറ്റുകളൊക്കെ. ബട്ട് അവരൊക്കെ ഇത് ട്രൈ ചെയ്യും, 1-2 തവണ ട്രൈ ചെയ്തിട്ടും അവരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, കാര്യമില്ല എന്നുള്ള ഒരു മട്ടിലാണ്. അതായത് നമ്മൾ യൂറോപ്പിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം എന്നല്ലാതെ ഇന്ത്യയിൽ നിന്ന് അത് വരാൻ മാത്രമുള്ള ഒരു വെബ്സൈറ്റുകളിൽ അതിനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല, അത്രയും റെസ്പോണ്ട് ഇല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തെ ഒരു രാജ്യത്തേക്ക് നമ്മൾ ജോലി അപ്ലൈ ചെയ്യുമ്പം അതിന്റെ കവർ ലെറ്ററിലും റെസ്യൂമിലും നമ്മൾ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളുണ്ട്.
അതായത് നാട്ടിലൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഇങ്ങോട്ട് ജോലി അപ്ലൈ ചെയ്യുമ്പോൾ റിസ്യൂമിൽ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ വരുത്തി തുടങ്ങി നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾക്ക് കോളുകൾ എന്തായാലും വന്നു തുടങ്ങും. പറഞ്ഞു വന്നത്, ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ പറഞ്ഞു തന്ന് ഈ കാണുന്ന എല്ലാവർക്കും ഞാൻ നാളെ തന്നെ ഒരു ജോലി മേടിച്ച് തന്നിരിക്കും എന്ന് വാഗ്ദാനം ഒന്നും തരാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുമില്ല, നിങ്ങളും വെക്കണ്ട. ഞാൻ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങളെ ഗൈഡ് ചെയ്യാം. ഇതിനിപ്പം ശരിക്കും ട്രൈ ചെയ്യുന്ന ആൾക്കാർ, അതായത് എമൗണ്ട് കൊടുത്ത് ഏജൻസി വഴി ത്രൂ വരാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അത്രയും പൈസ മുടക്കാനില്ലാത്ത ആളുകൾ നമുക്ക് സ്വയം കണ്ടെത്താൻ ഇതുപോലെ ട്രൈ ചെയ്യാനും അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സീരീസ് ഓഫ് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ. അതായത് ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ, നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഗൈഡ് ചെയ്ത് വിത്തിൻ ഒരു 1 മന്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് കിട്ടി തുടങ്ങുന്ന തരത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനു മുന്നേ ഞാനൊരു ജോബിന്റെ വീഡിയോ ചെയ്തിരുന്നു. ഞങ്ങൾ ആ വീഡിയോ ചെയ്തപ്പം അതിന് വലിയ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. സോ നമ്മുടെ സമയവും നിങ്ങളുടെ സമയവും എല്ലാം വേസ്റ്റ് അല്ല. അപ്പം ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് നമ്മളെ അറിയിക്കുക, കമന്റിലൂടെ ഇൻട്രസ്റ്റഡ് എന്ന് കമന്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കുക. നിങ്ങൾ കമന്റ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു കാര്യത്തിൽ നിൽക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ ടൈമും ഇതിന്റെ ഒപ്പം വേസ്റ്റ് ആണ്, നമുക്കും ജോലിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമുക്കൊരു അഷുറൻസ് തരാൻ പറ്റും, നിങ്ങൾക്ക് എന്തായാലും ഒരു വിത്തിൻ 1 മന്തിൽ നമ്മൾ പറയുന്ന എല്ലാ സ്റ്റെപ്പും നിങ്ങൾ ഫോളോ ചെയ്ത് അതേപടിക്ക് നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 മന്തിൽ നിങ്ങൾക്ക് എന്തായാലും റെസ്പോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് വലുത്. നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക പരമാവധി. അപ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ.